ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ, അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നിഫ്റ്റി 10,150 എബവ് ക്ലോസ് ആയി. അതുപോലെ ശ്രീ സിമെൻസ് ടോപ്പ് ലൂസേഴ്സ് ആയിരിക്കുകയാണ്. ബയ്യും കണ്ടത് IT, ബാങ്ക്, അതുപോലെ എനർജി, പിന്നെ ഫാർമ, ഓട്ടോ, മെറ്റൽ, അതുപോലെ FMCG സെക്ടർ ലോവർ ആയിട്ടാണ് ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്നത്. BSE സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 1% ഇൻക്രീസ് ആയി. അതുപോലെ BSE മിഡ് ക്യാപ്പ് ഇൻഡെക്സ് മാർജിനലി ഹയർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സെൻസസ് 83 പോയിന്റ്സ് കൂടി 34,370 ക്ലോസ് ആയി. നിഫ്റ്റി 25 പോയിന്റ്സ് കൂടി 10,167 ക്ലോസ് ആയിരിക്കുന്നു. 1,779 ഷെയർസ് അഡ്വാൻസ്ഡ് ആയി. 844 ഷെയർസ് കുറഞ്ഞു. 154 ഷെയർസ് ആണ് അൺചേഞ്ച്ഡ് ആയത്. നിഫ്റ്റിയിലെ മേജർ ഗെയിനേഴ്സ് ആയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഗെയിൽ, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ആക്സിസ് ബാങ്ക്, BPCL, അതുപോലെ ബജാജ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. മേജർ ലൂസേഴ്സ് ആയത് സി എന്റർടൈൻമെന്റ്, ശ്രീ സിമന്റ്, ഏക്കർ മോട്ടോഴ്സ്, ഭാരതി ഇൻഫ്രാടെൽ, മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇപ്പോൾ ബൈയിങ് കണ്ടത് IT, അതുപോലെ ബാങ്ക്, എനർജി, സ്പേസ്. അതേസമയം ഫാർമ, ഓട്ടോ, മെറ്റൽ, FMCG ഒക്കെ ലോവർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ സ്റ്റോക്ക് റിസൾട്ട് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കാം. ഷെയർസ് ഓഫ് ഗുജറാത്ത് ഗ്യാസ് 3% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. നല്ല ഒരു സ്ട്രോങ് ഏർണിംഗ്സ് അനൗൺസ്മെന്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഗെയിൻ കാണിച്ചിരിക്കുന്നത്. IT ഇൻഡെക്സ് 2% ഗെയിൻ ചെയ്തു. ജസ്റ്റ് ഡയൽ, ഹെക്സാവെയർ, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഗെയിൻ ചെയ്തിരിക്കുന്നു. ടോപ്പ് 5 ബൈസിൽ ഫാർമയിൽ ലൂപ്പിൻ, ഓറോബിൻഡോയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഇപ്പോൾ 5 ഫാർമ ഇൻഡസ്ട്രി അല്ലെങ്കിലും ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഡിമാൻഡബിൾ ആണ്. അതുപോലെ ടോപ്പ് ലിസ്റ്റിൽ വരുന്നത് ലൂപ്പിൻ, ഓറോബിൻഡോ, ദെൻ സൺ ഫാർമ, ദിവീസ് ലബോറട്ടറീസ് ടോപ്പ് വിന്നേഴ്സ് ആയി ഫാർമ സെക്ടറിൽ എന്ന് തന്നെ പറയാം. ഫാർമ സെക്ടറാണ് ഈ ഒരു COVID-19 നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ. അതിൽ ഫസ്റ്റ് വരുന്നത് സൺഫാർമയാണ്. സൺഫാർമ ടാർഗറ്റ് 545, സ്റ്റോപ്പ് ലോസ് 455 ആണ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലാഗ് ഫോർമേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. എബോവ് ആവറേജ് ആണ് വോളിയം. ദെൻ RSI റീഡിംഗ് നോക്കുകയാണെങ്കിൽ 64.75 ആണ്. പോസിറ്റീവ് ക്രോസ് ഓവർ ആണ് ഈ ഒരു സ്റ്റോക്ക് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വരുന്നത് ദിവീസ് ലബോറട്ടറീസ് ആണ്. ഫാർമ സെക്ടറിൽ ടാർഗറ്റ് 2,745 to 2,800, സ്റ്റോപ്പ് ലോസ് 2,250 എബോവ് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ആണ്. എബോവ് ആവറേജ് വോളിയം ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക്. സപ്പോർട്ട് ലെവൽ 50 ഡേയ്സ് EMA എന്ന് പറയുന്നത് ഡിപ്പ് അപ്പ് കാണിച്ചിരിക്കുന്നത് 2,380 ആണ്. ഇപ്പോൾ ദിവീസ് ലബോറട്ടറീസ് നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ വരുന്നതാണ് ഡോക്ടർ റെഡ്ഡീസിന്റെ ടാർഗറ്റ് പ്രൈസ് വരുന്നത് 4,400 to 4,500 ആണ്. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് 3,750 ആണ്. ഈ ഒരു സ്റ്റോക്കും സൺഫാർമയെ പോലെ തന്നെ ഫ്ലാഗ് ഫോർമേഷൻ ആണ്, എബോവ് ആവറേജ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 3 സ്റ്റോക്കുകളാണ് പ്രധാനപ്പെട്ടതിൽ ആ ഒരു ഫാർമ സെക്ടറിൽ ടോപ്പ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ലൂപ്പിൻ, ഓറോബിൻഡോ ഫാർമ, സൺഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ദിവീസ് ലബോറട്ടറീസ് ആണ് ടോപ്പ് ആയിട്ട് ഈ ഫാർമ സെക്ടറിൽ വാങ്ങാൻ പറ്റിയ സ്റ്റോക്കുകൾ. ഇനി നമുക്ക് അതർ സ്റ്റോക്ക് മാർക്കറ്റ്, റുപ്പി എങ്ങനെ ട്രേഡ് ചെയ്തു, ഗോൾഡിന്റെ റേറ്റ് എല്ലാം നമുക്ക് നോക്കാം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര MCLR റിവൈസ് ചെയ്തിരിക്കുകയാണ്. മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്
That is overnight MCLR 7.20, 1 monthന് 7.30 ആക്കി, അതുപോലെ 3 months 7.40, 6 monthsന് 7.50. ലെൻഡിങ് റേറ്റ് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 7.45 നിന്നും 7.05% പെർ ആനം ആക്കി മാറ്റി. ഇനി റുപ്പി എങ്ങനെ ട്രേഡ് ചെയ്ത് നോക്കാം. റുപ്പി ഇന്ന് ഹയർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. 75.54 ആണ്. പ്രീവിയസ് ക്ലോസ് 75.58 ആണ്. ഇന്ന് എബൌട്ട് ഇന്ത്യ സ്റ്റോക്ക് ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെ പെർഫോം ചെയ്തു നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 2% കുറഞ്ഞു ലാസ്റ്റ് ഇയറിനെക്കാട്ടിലും. പ്രോഫിറ്റ് 111 crores, ലാസ്റ്റ് ഇയർ 113 crores ഉണ്ടായിരുന്നു. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് 9.5% കുറഞ്ഞു. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്സ് നല്ല പെർഫോം ചെയ്തിരിക്കുകയാണ്. അതിൽ ഷെയർസ് ഓഫ് ഗെയിൽ, അതുപോലെ BPCL, HPCL 8% വരെ ഇൻക്രീസ് കാണിച്ചിരിക്കുകയാണ്. പെട്രോനോട്ട്, റിലയൻസ്, ONGC, IOC, ഹിൻഡ് പെട്രോ 9 സ്റ്റോക്കുകളാണ് ഗ്രീനിലുള്ളത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിൽ. ഇനി NSEയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വോളിയൂം ബേസ്ഡിൽ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഐഡിയ, SBI, ടാറ്റ മോട്ടോഴ്സ്, IDFC ഫസ്റ്റ് ബാങ്ക്, അശോക് ലെയ്ലാൻഡ്, PNB, ബാങ്ക് ഓഫ് ബറോഡ, UVSL, ആക്സിസ് ബാങ്ക്, BDL തുടങ്ങിയ സ്റ്റോക്കുകൾ. ഇനി ഷെയർസ് ഓഫ് എക്സൈഡ് ഇൻഡസ്ട്രീസ് 8% ആണ് ക്രാക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഔട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ്. 2.17% ആണ് ഹയർ ആയത്. അതിൽ അപ്പോളോ മൈക്രോസിസ്റ്റം, ദന്തിഷ്മൻ, കാർബോജൻ, മ്യൂസിക് ബ്രോഡ്കാസ്റ്റ്, ഇൻഡോ കൗണ്ടർ, സെൻ ടെക്നോളജീസ് ആണ് 20% വരെ ഇൻക്രീസ് ആയിരിക്കുന്നത്. നിഫ്റ്റി ഓവറോൾ ആയിട്ട് 2% ആണ് ഇൻക്രീസ് ആയത്. ഇനി വോളിയൂം ടേംസിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. ഐഡിയ, SBI, ടാറ്റ മോട്ടോഴ്സ്, അശോക് ലെയ്ലാൻഡ്, PNB, UVSL, NCC, യെസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അപ്പൊ 5 ഫാക്ടേഴ്സ് ആണ് ഈ ഒരു റാലിക്ക് കാരണമായത്. അതായത് നിഫ്റ്റി 2% ഇൻക്രീസ് ആവാനുള്ള കാരണം. അപ്പൊ അത് എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒന്ന് റിലാക്സേഷൻ കൊടുത്തതാണ് ഫസ്റ്റ് ഈ അൺലോക്ക് തുടങ്ങി. അതായത് ഇപ്പൊ പഴയ പോലെ തന്നെ മോൾസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ഇതെല്ലാം വർഷിപ്പ് ഒക്കെ തിരിച്ച്, ടെമ്പിൾസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ച് മാർക്കറ്റ് ബൗണ്ടായി വരും, തിരിച്ച് റീബൗണ്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഫോറിൻ ഫണ്ട് ഇൻഫ്ലോ എന്ന് പറയാം, അതൊരു സെല്ലിംഗ് 3 months ആയിട്ട് സെല്ലിംഗ് ഹാസ് ബീൻ വിറ്റ്നസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ്, അത് നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അട്രാക്ഷൻ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 4% ആണ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 4% ഗെയിൻ ചെയ്തിരിക്കുന്നത്. ഇൻഡസ് ഇന്ത്യ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI എല്ലാം തന്നെ 8% ഇൻക്രീസ് ആയി. ഇപ്പോൾ ഫോറിൻ ഫണ്ട് ഫ്ലോ എന്ന് പറയാം, FPI ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 18,613 crores ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ജൂൺ മാസം ആഫ്റ്റർ ഈ ഒരു ലോക്ക്ഡൌൺ ഇതിന് ശേഷം. ടെക്നിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആസ് പെർ ടെക്നിക്കൽ ചാർട്ട് നിഫ്റ്റി എന്ന് പറയുന്നത് 10,500 to 10,700 ഈ ഒരു ലെവലിലാണ്. പോസിറ്റീവ് ആയിട്ടാണ് ഇതൊരു ഇൻവെസ്റ്റേഴ്സ് ഒരു അനാലിസിസിൽ നോക്കിയിട്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. ടെക്നിക്കൽ ആയിട്ട് നോക്കുകയാണെന്നു, അതുപോലെ ബാങ്കിങ് സെക്ടറുടെ നല്ലൊരു പെർഫോമൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ്, പിന്നെ ഫോറിൻ ഫണ്ട് ഇൻഫ്ലോ നന്നായിട്ടുള്ളത് കൊണ്ട്, പിന്നെ അൺലോക്ക് ബിഗിൻ ആയതുകൊണ്ടുമാണ്. ഇത് ഈ ഒരു 5 ഫാക്ടേഴ്സ് ആണ് നിഫ്റ്റി 2% ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, അതുപോലെ ഫാർമ സെക്ടറിലെ 5 ടോപ്പ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ നിഫ്റ്റി 2% ഇൻക്രീസ് ചെയ്യാനുള്ള കാരണങ്ങൾ
എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരാനുള്ള ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.